ഹായ് വ്യൂവേഴ്സ്, ദിസ് ഈസ് യുവർ ചാനൽ മോളിവുഡ് ന്യൂസ്. മലയാള സിനിമയിൽ ക്യാമറയ്ക്ക് മുന്നിലും പുറകിലുമായി ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റങ്ങളെപ്പറ്റി ജനങ്ങൾ എന്ത് കരുതുന്നു, അവരുടെ അഭിപ്രായം എന്ത്, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഈ അടുത്തായിട്ട് മലയാള സിനിമയിൽ ഒരുപാട് മാറ്റങ്ങളും വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. താങ്കൾ ശ്രദ്ധയിൽപ്പെട്ട ഒരു മാറ്റം അല്ലെങ്കിൽ താങ്കൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം എന്തായിരിക്കും? എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലഹരി വസ്തുക്കൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും അമിതമായി വർദ്ധിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ മലയാള സിനിമ. അതിൽ കൂടുതലൊന്നും മലയാള സിനിമയിൽ ഇപ്പോൾ വന്നിട്ടില്ല. ലഹരിയാണ് ഇപ്പോൾ മലയാള സിനിമയെ കൊണ്ട് നയിക്കുന്നത്. യുവതലമുറയെല്ലാം ലഹരിക്ക് അടിമയാണ്. അല്ല, എന്താണ് പറയാനുള്ളത്? അത് നിലവിൽ ഇപ്പം പല രീതിയിലും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇപ്പം നിലവിൽ തന്നെ റീസെൻ്റ്ലി ഇപ്പം നടന്നത് തന്നെ നമ്മളെ നടിമാരുടെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മുടെ നിവിൻ പോളിയുടെ കാര്യങ്ങളായാലും ഓഫ്കോഴ്സ് നമ്മളെ ജയസൂര്യയുടെ കാര്യങ്ങളായാലും ഒട്ടുമിക്ക ബഹുഭൂരിപക്ഷം നടന്മാരുടെ പേരിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ അതിൽ ഒരു ചെയ്യാത്ത ആൾക്കാരുണ്ട്, ചെയ്ത ആൾക്കാരുണ്ട് അതിൽ. ആൻഡ് ഓഫ്കോഴ്സ് അതിൽ പല രീതിയിലും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പേഴ്സണലി അത് മലയാള സിനിമയിൽ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു വലിയൊരു സംഭവമാണ് നിലവിൽ ഉണ്ടാകുന്നത്. അമ്മ എന്നുള്ള വലിയൊരു അസോസിയേഷനിൽ നിലവിൽ ബാധിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അതിലുണ്ട്. സോ അത് ഭയങ്കര വലിയ രീതിയിലായിട്ടാണ് ഞാൻ കാണുന്നത് നിലവിൽ. കൂടുതലായിട്ടും സ്ത്രീകൾക്കെതിരായിട്ടുള്ളത് എന്താണ് നോർമലി ഉള്ള സെക്ഷൽ അബ്യൂസും അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് ഇപ്പോൾ പുറത്ത് വരുന്നത്. എല്ലായിടത്തും അങ്ങനത്തെ വാർത്തകളാണ് ഇപ്പം നോർമലി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പിന്നെ ഡ്രഗ്സിനെ കുറിച്ചുള്ള സാധനങ്ങളും കൂടുതൽ യൂസും ഉണ്ട്. പക്ഷേ ആർക്കെതിരെയും ഒരു ആക്ഷനും ഇല്ല, അങ്ങനെയൊന്നുമില്ല. നോർമലി അതൊരു നോർമലൈസ്ഡ് സാധനമാണെന്ന് തോന്നുന്നു. സിനിമാ മേഖലയിൽ അത് നോർമലൈസ്ഡ് ആണെന്ന് തോന്നി തുടങ്ങാറുണ്ട്. കാരണം എല്ലാവരും നോർമലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം പോലെ അത് ആയിട്ടുണ്ടെന്നൊരു തോന്നലുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടത് അനാവശ്യമായിട്ടുള്ള വാർത്തകളൊക്കെ, അനാവശ്യമായിട്ട്, അതായത് റിവ്യൂ ഉണ്ടല്ലോ, അതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് മോശമായിട്ടുള്ളത്. ഞാൻ പഴയ ആളായതുകൊണ്ട് 64-ലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന സംഗതികളും ഇന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന സംഗതികളുമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ടാകും. നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല ശ്രദ്ധിക്കുന്നത്. പലതും പോസിറ്റീവായിട്ടുള്ള അന്നുണ്ടായിരുന്ന പോസിറ്റീവായിട്ടുള്ള, ഇന്ന് ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളില്ല, നന്മകളില്ല, തിന്മകളാണ് ഇന്ന് കൂടുതൽ. നമ്മളതാണ് ശ്രദ്ധിക്കുന്നത്. മാറ്റങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്ന് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട്, കാരണം ഇപ്പോൾ ന്യൂ ജനറേഷൻ എന്ന് ഞാൻ പറയുന്നില്ല, ഒരു സ്റ്റാർ വാല്യൂ സിനിമയിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഒന്നാമത്. ഞാനിപ്പോൾ തോന്നുന്നില്ല ധാരാളം സിനിമകൾ കാണുന്ന ആളായിരുന്നു ഞാൻ, ഇപ്പോഴും കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് തന്നെ അറിയാം, ഞാൻ കാണുന്ന ചലച്ചിത്രങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതിന് കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ സ്റ്റാർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ, ഇപ്പം പുതുമുഖങ്ങൾ വന്നിട്ട് അവർ നിൽക്കുന്നില്ല. ഒരു സിനിമയിൽ അല്ലെങ്കിൽ 2 സിനിമയിൽ കാണുന്നു, പിന്നെ അവരെ കുറിച്ചൊരു അറിവില്ല. അതുപോലെ തന്നെയാണ് സംവിധായകരും എഴുത്തുകാരും നല്ലൊരു പ്രമേയം കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നൊരു വിഷയമുണ്ട്. മാത്രമല്ല ഏറ്റവും പ്രധാനം, നമ്മളിപ്പോൾ പണ്ട് നമ്മൾ കാണുന്നില്ലേ, ഇതുപോലെ അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ലാലേട്ടൻ, മമ്മൂക്ക, പിന്നെ അതുപോലെ പൃഥ്വിരാജ് വരെ ഉള്ള, അല്ലെങ്കിൽ ഫഹദ് ഫാസിൽ വരെയുള്ള കാലഘട്ടത്തിലുള്ളതുപോലെയുള്ള അഭിനേതാക്കളല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കൂടുതലും പിള്ളേരാണ്. ഒരു ടീനേജേഴ്സ് അല്ലെങ്കിൽ ഒരു 20-25 വയസ്സിനകത്തുള്ള ആൾക്കാർ വരുന്നു, അഭിനയിക്കുന്നു, പോകുന്നു. പിന്നെ വീണ്ടും അവർക്കൊരു കണ്ടിന്യൂഷൻ കിട്ടുന്നില്ല. അത് കിട്ടാത്തത് അവരുടെ കുറ്റം കൊണ്ടാണോ, അതോ പിന്നെ അവർക്ക് ഇങ്ങനെ അവരെ ആരും വീണ്ടും തിരിച്ച് വിളിക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല. അങ്ങനെ വന്നപ്പോൾ നമുക്കൊരു സ്റ്റാർ വാല്യൂ ഇല്ലാത്തതുകൊണ്ട്, അവർക്ക് വീണ്ടും അഭിനയിക്കാനുള്ള അവസരം കിട്ടാത്തതുകൊണ്ട് ആ മേഖലയിൽ അവർക്ക് വളർന്നു വരാൻ സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ ഇവിടെ വന്നിരുന്നെങ്കിൽ വീണ്ടും പുതിയ അഭിനേതാക്കൾ നല്ല രീതിയിൽ ഉണ്ടാകുമായിരിക്കും. പക്ഷേ പഴയ ആൾക്കാരെ കൊണ്ട് അഭിനയിക്കുന്നതിനൊരു പരിധിയുണ്ട്. അതിനപ്പുറം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ഇത് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇത്. ഇപ്പോഴും ഉണ്ട്, പഴയ കാലഘട്ടത്തിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇതാണ് സംഭവിക്കുന്നത്. വേറെ മാറ്റാൻ ഇത് മാറില്ല, പെട്ടെന്നൊന്നും ഇത് മാറില്ല. ഇത് മാറ്റിയെടുക്കാൻ ഒരുപാട് സമയം വേണ്ടി വരും. പണി എന്ന സിനിമയുടെ അതിൽ ജോജു ജോർജ് അയാളുടെ ഡയറക്ഷനിൽ വന്ന സിനിമയാണ് പണി. അപ്പം അതിനെ സംബന്ധിച്ച ഒരു PhD വിദ്യാർത്ഥിനിയാണെന്ന് തോന്നുന്നു ഒരു പ്രസ്താവന നടത്തിയപ്പം ആ സിനിമ കണ്ട് അയാളുടെ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. പക്ഷേ അതിനെതിരെ ജോജു രംഗത്ത് വരികയും ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതിനെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ ആ സിനിമ കണ്ടിട്ടില്ല. പക്ഷേ അതൊരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അത് അയാൾ രേഖപ്പെടുത്തി. അത് ജോജുവിന് ഏത് രീതിക്ക് വേണോ എടുക്കാം. അപ്പോൾ നെഗറ്റീവായിട്ട് പറഞ്ഞ ഒരു സിനിമ നമുക്ക് അഭിനന്ദിക്കാൻ, അതുപോലെ തന്നെ നമുക്കതിനെ ഇഷ്ടപ്പെടാത്ത രംഗങ്ങളുണ്ടെങ്കിൽ അതിനെ വിമർശിക്കാനുമുള്ള അവകാശം നമുക്കുണ്ട്. അപ്പം അത് അയാൾ ചെയ്തു. എനിക്ക് അതിനെപ്പറ്റി നമ്മുടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണ് അഭിപ്രായം. അപ്പം അതുകൊണ്ട് വലിയ ഇതായിട്ട് അഭിപ്രായങ്ങളൊന്നുമില്ല. കുറച്ചും കൂടെ ഒന്ന് ഇൻക്രീസ് ആയിക്കൊണ്ട നല്ലൊരു ഇതായിട്ട് തോന്നും.
ഇപ്പോൾ ഇപ്പം ഇറങ്ങിയ പടം തന്നെ സൂക്ഷ്മദർശിനി. കഥ വന്നിട്ട് ചെറിയ കഥയാണെങ്കിലും നല്ലൊരു രീതിയിൽ എടുത്തിട്ടുണ്ട്. അതുപോലെയുള്ള നല്ല നല്ല പടങ്ങൾ വന്നാൽ. താങ്കളുടെ അഭിപ്രായത്തിൽ മലയാള സിനിമയിൽ ഇപ്പോൾ ഏറ്റവും സുന്ദരിയായ നായിക ആരാണ്? പ്രേക മാർട്ടിനായിരുന്നു. പക്ഷേ എന്താണ്, അവൾ ഡ്രഗിന് അഡിക്റ്റാണ്. അവൾ 3-4 കേസ് ചെയ്ത് മരടൈനീഷിൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് പിന്നെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അവൾ എറണാകുളത്ത് ഇറങ്ങി വന്നത്. അപ്പോൾ ബ്രോ പറഞ്ഞു ഇപ്പോൾ പ്രയാഗ മാർട്ടിനാണ് ഇഷ്ടമാണ്. ഇപ്പോൾ അവർക്കെതിരെ ഈ ഡ്രഗിൻ്റെ ആരോപണങ്ങളും വാർത്തകളും വന്നതിന് ശേഷം അവരോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടുണ്ടോ? അതെ, ഇപ്പോൾ യുവതലമുറ നശിക്കുന്നതിന് ഒരാൾ കാരണമാകണമെങ്കിൽ അതിൻ്റെ ആരാധന കുറയുക തന്നെ ചെയ്യും. അപ്പോൾ അവരെ ആരാധിക്കേണ്ട ആവശ്യം ഇപ്പോൾ സമൂഹത്തിനില്ല. അവർ കാണിച്ചു കൊടുക്കുന്ന മോഡുലേഷനാണ് മറ്റു വളർന്നു വരുന്ന സമൂഹം വളർന്നു വരുന്നത്. അപ്പോൾ അതും ആകുമ്പോഴത്തേക്ക് ഡ്രഗിന് അഡിക്റ്റായ കേരളം എന്തിനു കൊള്ളാം? എല്ലാ നടിമാരും സുന്ദരിയില്ലേ? എങ്കിലും ഒരാളെ പേര് പറയാൻ പറഞ്ഞാൽ ആരാ? നിലവിൽ എനിക്ക് അങ്ങനെ ഇപ്പോൾ പുതിയ നടിമാർ പറയാനൊന്നും താല്പര്യമില്ല. എനിക്ക് മറ്റേ പേഴ്സണലി മഞ്ജു വാര്യരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. വേറെ പ്രത്യേകിച്ച് സൗന്ദര്യം കൊണ്ടൊന്നുമില്ല, അവർ ആക്ട് ചെയ്യുന്ന രീതി, ആ ഒരു പ്രൊഫഷണലിസം കൊണ്ടാണ് ഞാൻ പറയുന്നത്. വേറെ അവസാനമായി മഞ്ജു വാര്യർ ഇഷ്ടപ്പെട്ട ഒരു മൂവി ഏതാ? അവസാനമായിട്ട് മഞ്ജു വാര്യരല്ല. ഓക്കെ ഓട്ടോ, ഇത്ര കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. ഇത് സിമ്പിൾ ചോദ്യമല്ലേ? ഇടയ്ക്ക് നമ്മുടെ രജനീകാന്തിൻ്റെ ആ സിനിമ സുന്ദരി മീൻസ് എനിക്കങ്ങനെ അങ്ങനെ ആരെയും തോന്നിയിട്ടില്ല. അപ്പം ആരും എന്തൊന്ന് പഴയ ജനറേഷനിലാണെങ്കിലോ താങ്കൾക്ക് ആരെങ്കിലും പേര് പറയാൻ പറഞ്ഞാൽ? അഭിനയം അങ്ങനെ ആക്ടിങ് അങ്ങനെയൊക്കെ വെച്ചാണെങ്കിലും എനിക്ക് എന്താന്ന് പറയാം, അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല സുന്ദരിയാണ് അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തർ കഴിവ് വെച്ച് മുന്നേറി വരും. അപ്പോൾ അതിൽ സൗന്ദര്യം അങ്ങനത്തെ ഘടകങ്ങൾക്ക് അഭിനയം അതാണ് മെയിൻ. അതിൽ സൗന്ദര്യം അങ്ങനത്തെ കാര്യങ്ങൾ പ്രിഫർ കൊടുക്കാറില്ല. സൗന്ദര്യം എന്ന് പറയുന്നത് എനിക്ക് അഭിനയത്തിലാണ് സൗന്ദര്യം. ഇപ്പം സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു മുഖശ്രീ എന്നുള്ളതിലല്ല ഞാൻ സൗന്ദര്യം കാണുന്നത്. അഭിനയിക്കുമ്പോഴുണ്ടാകുന്ന കഴിവിനാണ് സൗന്ദര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് പറയാനില്ല. മിക്കവാറും അഭിനയിക്കുമ്പോൾ എനിക്ക് ആ ക്യാരക്ടർ കൊള്ളാമെങ്കിൽ, അവരഭിനയിക്കുന്ന ക്യാരക്ടർ കൊള്ളാം, അഭിനയിക്കുന്ന നല്ല രീതിയിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ എനിക്ക് സുന്ദരിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പ്രായം തോന്നിയിട്ടില്ല. എല്ലാവരും ഒരുപോലെ തന്നെ. അവരുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും. നല്ല സ്വഭാവമുള്ളവർ ഇപ്പോൾ ആരുമില്ല ഫീൽഡിൽ. അവസരങ്ങൾക്ക് വേണ്ടി ഇപ്പോഴത്തെ പുതിയ തലമുറ ഇതിന് എന്ത് വേണോ ചെയ്യും.